അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. ഈസ് ഇറ്റ് ഹാർഡ് ടു ഗെറ്റ് എ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രം ഇൻഡസ്ട്രി തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറച്ച് ഹാർഡാണല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, പേഴ്സണലി എങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, ഔട്ട് ഓഫ് ബോക്സിലെ ഫ്രണ്ട്സ്? ഓക്കെ, ഔട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പൊതുവേ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെ അല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാനില്ല. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അതെ, വേറൊരു ഫ്രണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. കാര്യം ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി. അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഫേവറേറ്റ് ആക്ടർ? ഭയങ്കര ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ? അങ്ങനെ പറയാൻ പറ്റില്ലടാ. പെർഫോമൻസ് അനുസരിച്ച് ലാലേട്ടന്റെ ബിഗ് ഫാൻ ആണ് ഞാൻ. ലാലേട്ടൻ. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ വരുന്നവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ സിനിമ എൻ്റെ ഒരു വലിയ ഭ്രാന്താണ്. അപ്പൊ അതിനകത്ത് നന്നായി പെർഫോം ചെയ്യാൻ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സിനിമയിൽ അഭിനയിക്കുന്ന നല്ല അഭിനയമുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സീരിയൽ ആക്ടേഴ്സിനെ പറ്റിയിട്ട് പ്രേക്ഷകർക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ, അവർക്ക് ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ്, പക്ഷെ അത് സത്യമല്ല. അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേൾക്കാൻ ഈ പറഞ്ഞ പോലെ ജാടയാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ജഡ്ജ് ചെയ്യാറുണ്ട് ആൾക്കാരുണ്ട്, ഈ കുട്ടിക്ക് ജാട അല്ലെങ്കിൽ ദർശന എന്ന് പറഞ്ഞ ആക്ടറിന്റെ ജാട? അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, കംഫർട്ട് സോണിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഫേവറേറ്റ് ക്യാരക്ടർ സീരിയൽസിൽ ചെയ്തിട്ടുള്ളതിൽ? സീരിയൽസിൽ ഭയങ്കര ഫേവറേറ്റ് കറുത്തമുത്ത്. അതല്ലാതെ കറുത്തമുത്ത് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്, മൗനരാഗത്തിൽ. അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആക്ടർ, എനിക്കിങ്ങനെ ഒരു ഡ്രീം റോൾ ഉണ്ട്, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ചെയ്യാനൊരു കൂടെ ആക്ട് ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം? കൂടെ ആക്ട് ചെയ്യാൻ ഒരു റോളും പറയണം. ഈ ക്യാരക്ടറും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ആക്ടറും. നമുക്ക് ആക്ടറിന്റെ കൂടെ തന്നെ സിനിമയാണോ സീരിയലാണോ? സീരിയൽ പറയുകയാണെങ്കിൽ ആരായിരിക്കും? സീരിയൽ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. സിനിമ ചോദിച്ചാ സിനിമ ഓക്കെ, ലാലേട്ടന്റെ കൂടെ തന്നെയാണ്. ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും അടുത്ത് നിൽക്കുന്നതാണെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, ലാലേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി ഇത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് റിപ്പീറ്റേഷൻ കേട്ടിട്ടുണ്ടായിരിക്കും. ബിഗ് ബോസ് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പിന്നെയും കാണുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണ്. നമ്മൾ കൂടുതൽ കണ്ടത് വൈൽഡ് കാർഡ് അക്ടീസിൽ വരുന്നെന്ന് പറഞ്ഞാൽ കണ്ടത്. നമ്മൾ യൂട്യൂബിൽ കണ്ടു. ഈ സീസണിൽ കണ്ടില്ല, ബാക്കി മുന്നത്തെ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് മനസ്സിലായിരുന്നു ദർശനം പോകുന്നില്ല. ഞാൻ അതിന് പറ്റിയ ഒരാളെ അല്ല. കോൾ വന്നിട്ടുണ്ടോ? എന്റെ ഫ്രണ്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് മീൻസ് നമ്മുടെ ഷോ മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പം അവരിങ്ങനെ സജസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് താല്പര്യം ഇല്ല. പിന്നെ അവർക്ക് തന്നെ എന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവർക്ക് അറിയാം ഇതിനെ കൊണ്ട് തീർച്ചയായിട്ടും അതൊരു പ്രൗഡ് മൊമെന്റ്. പക്ഷെ ഇഷ്ടമല്ല പേഴ്സണലി. ഇല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോൾ എന്റെ ക്യാരക്ടർ പുറത്ത് ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അവർ ഈ സീരിയൽ ക്യാരക്ടർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്റെ പേഴ്സണൽ ക്യാരക്ടർ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെനിക്ക് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് വരും. അതിനുവേണ്ടി ഞാൻ വെറുതെ ഫെയിം കൂടി കളയാൻ വൈകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയിലാണ് നിങ്ങളുടെ ഒരു ഫാമിലി റീയൂണിയൻ വരുന്നത്. അത് ഭയങ്കര കുറെ ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഒരു മിസ്കൺസെപ്ഷൻ ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെ? ആ റിയാലിറ്റി ഷോ വലിയൊരു മൊമെന്റ് തന്നെയാണ്. വലിയ മൊമെന്റ് ആയിരുന്നു. എന്റെ ഹസ്ബൻഡും എന്റെ ഫാദറും ഒരുമിക്കുന്ന ഒരു മൊമെന്റ്. അതെനിക്ക് അവരോടും എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അത് ആക്ച്വലി കുറെ കമന്റ്സ് പിന്നെ ഇത് പ്രീ പ്ലാൻഡ് ആണ്, TRP റേറ്റിംഗ് വേണ്ടിയിട്ടാണ്. ഇല്ല, എന്ന് വെച്ചാൽ അവര് തമ്മിൽ സംസാരിക്കുന്നത് ആ ഒരു സമയത്താണ്. ഒരു പ്രാവശ്യം വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്റെ മുമ്പിൽ അവർ അന്നാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഫാമിലി ഇവിടെ വന്നപ്പോൾ റിയാക്ഷൻ നമ്മൾ അതിൽ കണ്ടു. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാം ഉള്ളൊരു മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഒരു ഓൺട്രപ്രണർ ആണ്, ഒരു ആക്ടറാണ്, ഏത് റോൾ ഏറ്റവും കൂടുതൽ എൻജോയ്? ഒരു വൺ ആൻസർ എനിക്ക് പറ്റത്തുള്ളൂ കേട്ടോ. ആക്ടിങ് എന്റെ ഒരു പാഷൻ, ഒരു ഇഷ്ടമാണ്. അതില്ലാത്തൊരു മൊമെന്റിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. നാളെ വന്നാൽ എന്തായിരിക്കും അറിയില്ല. പക്ഷെ എൻജോയ് ചെയ്ത് ചെയ്യാ പറയുമ്പോൾ ആക്ടിങ് തന്നെയാണ്. ആക്ടിങ് ആണ് ചൂസ് ചെയ്തത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ കോൺട്രവേഴ്സി കേൾക്കുമ്പോഴും ഈവൻ ഈ ഇൻഡസ്ട്രിയിൽ കുറേ ഈഗോ ഇഷ്യൂസ്, ജലസ് ഇഷ്യൂസ് അതൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഹൗ യു ഡീലിംഗ് വിത്ത് ഓൾ ദീസ് തിങ്സ്? കാരണം വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് ദേഷ്യമുള്ള ആൾക്കാരെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യേണ്ട അവസരങ്ങൾ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും? ഞാൻ അങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നില്ല. പക്ഷെ ഈ മൊമെന്റും കടന്നു പോകുന്ന ഒരു തോട്ട് എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അതന്നെ ആലോചിച്ചിട്ട് അങ്ങനെ പോകും. ഇപ്പൊ ഒരു ഓൺട്രപ്രണർ ആണ് ഇതൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സമയത്തും ഷൂട്ടിനൊക്കെ പോകുന്ന കാരണം ഫുള്ളി നമുക്ക് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ ആഗ്രഹമില്ല. അപ്പൊ ഒരു ട്രസ്റ്റബിൾ ടീം ഇതിന് ബാക്കിലുണ്ടല്ലേ? ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് പോയി പർച്ചേസ് ചെയ്യാണ്. അതിനൊക്കെ പോകാറുണ്ടോ? കൂടെ പോകും. തീർച്ചയായും. ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെയാണ്. ഫാമിലി മൊത്തം പോലെ. ഫാമിലി ഇല്ലാതെ ഞാൻ ഈ ഇവന്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ. എന്റെ കൂടെ ഉള്ളവർ കളിയാക്കും. മറ്റേ ഈ പാക്കേജ് പോലെയാണ്. ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകും.
ഫാമിലി ഓറിയന്റഡ് ആണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഏറ്റവും ഇഷ്ടം ആരെയാ? നമ്മളിങ്ങനെ പറയത്തില്ല ഞാനിങ്ങനെ അച്ഛൻ കുട്ടിയാണ് അമ്മ കുട്ടി അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു അമ്മമോളാണ് ഞാൻ. അമ്മമോളാണ്. അച്ഛനെ ഇഷ്ടമല്ലെന്നല്ല, അല്ല പക്ഷെ കൂടുതൽ അമ്മയായിട്ട് ഭയങ്കര അമ്മയാണ് എന്റെ കൂടെ കൂടുതലും ഇങ്ങനെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് അമ്മയുടെ മോളാണ്. നമ്മൾ മൗനരാഗത്തിൽ കാണുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇപ്പോ ഇതിൽ അങ്ങനെ എല്ലാം നമ്മൾ കോസ്റ്റ്യൂം മൗനരാഗത്തിൽ എങ്ങനെ ഒന്നും കൊണ്ടുവന്നില്ല, എല്ലാം നമ്മൾ പുറത്തുള്ളത്. ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഐശ്വര്യ ചേച്ചിയുടെ അടുത്ത് നലീവ് ചേട്ടനൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഇല്ല, അവരോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇനി ഉണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ, ഇനി ആവശ്യം വരുമ്പോൾ സംസാരിക്കാന്നല്ലേ? ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഓൺ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടില്ല, നമ്മുടെ ഓൺ ബ്രാൻഡ് ആക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അവരുമായിട്ട്. സോ ദർശൻ ആസ് എ പേഴ്സൺ സീരിയലിന് വിട്ടുമാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കാമായി ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ഹോബി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചെയ്യുന്ന ഒരു ഹോബി എന്താണ്? റീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണും? മൂവി ഭയങ്കര മൂവി ലവറാണല്ലേ? ഒരു ഡൗട്ടും ഇല്ല, മൂവി കാണും. അതിനെ പരം ഞാൻ എൻജോയ് ചെയ്യുന്ന എന്റെ സ്ട്രെസ് ഫുള്ളും പോകുന്നത് മൂവി കാണുമ്പോൾ. എന്ത് കൈൻഡ് ഓഫ് ജോൺറി സിനിമകൾ കാണാൻ ഏറ്റവും ഇഷ്ടം? അങ്ങനെയില്ല, എനി കൈൻഡ് ഓഫ് സിനിമ. ഏത് മൂവി നല്ലതാണെന്ന് റിവ്യൂ കണ്ടാലും ഇല്ല മോശമാണെങ്കിലും പോയി കാണും. എന്താണ് മോശമായി നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് മൂവി ഞാനും എന്റെ ഹസ്ബൻഡ് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങൾ ഏത് മൂവി റിലീസിന്റെ ഡേ തന്നെ പോയിരുന്ന് കാണും. ആൾക്ക് യൂട്യൂബ് ചാനൽ പുള്ളി പൊളിറ്റിക്സ് പരമായിട്ട് അങ്ങനെ യൂട്യൂബ് ഉണ്ട്. അത് എങ്ങനെ സജഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കോ? ഇല്ല, ആളെ പടയാളായില്ല അങ്ങനെ പോകുന്ന ഒരാളാണ്. റീസെന്റ് ടൈമിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? സിനിമ ഇപ്പോ ലോക കണ്ടു ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. മൗനരാഗം സീരിയൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മോർ ദാൻ 5 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഡെഫിനറ്റ്ലി 6 years ആവാൻ പോകുന്നു. എനിക്ക് നേരത്തെ ബാലാജി സാറിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ സാറ് പറഞ്ഞു സീരിയലിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ എപ്പിസോഡ് പോകുന്ന ഒരു സീരിയൽ എന്ന് പറയുന്നുണ്ട്. മൊത്തം പാട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു ഫാമിലി പോലെയാണ്. തീർച്ചയായിട്ടും. അതെങ്ങനെ ഒരു ഗെറ്റിംഗ് എ ഫാമിലി വർക്ക് സ്പേസ് കിട്ടുമ്പോൾ ഒരു സന്തോഷം? എനിക്ക് അതൊരു ഫാമിലി പോലെ തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് പ്രഗ്നന്റ് ആയത് എന്നെ ഒരു 4 month ഇവർ തന്നെയാണ് കെയർ ചെയ്തതും. എനിക്കുള്ള ഫുഡ്, എനിക്കുള്ള എല്ലാം ഇവർ തന്നെയാണ് കെയർ ചെയ്ത് ഒരു കുട്ടിയെ പോലെ തന്നെ ഇങ്ങനെ കൊണ്ട് നടന്നൊക്കെ ഇവരാണ്. എൻ്റെ മോൻ സെറ്റിൽ വന്നിട്ടുണ്ട്. എൻ്റെ ആ ഫാമിലി ജേണി ഫുൾ ഈ മൗനരാഗമാണ്. അപ്പോൾ ഇവരൊരിക്കലും പുറമേ ഉള്ള ആളുകളല്ല, എൻ്റെ ഫാമിലി തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ഈസി അല്ല, കുറേ പ്രഷറൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വാട്ട് മേക്സ് യു സ്റ്റാൻഡ് ഹിയർ? എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം അങ്ങനെ? സീരിയൽ ഇൻഡസ്ട്രിയിലാണോ? അല്ല, നമ്മുടെ ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എവറി ടൈം നമുക്ക് വർക്ക് കിട്ടണമെന്നില്ല, ലാക്ക് ഓഫ് വർക്ക്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് ഇവിടെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വരില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. സോ വാട്ട് മേക്ക് യു ഇവിടെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട്? ആക്ടിങ്, ഒരു പാഷന്റെ പുറകെ പോകുന്നതാണ് ഇഷ്ടമാണ്. അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. ആക്ടർ അല്ല ഓൺട്രപ്രനർ അല്ലെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ദർശനം എന്ന് പറഞ്ഞ പേഴ്സൺ? ഒന്നും ചെയ്യില്ല. ഞാൻ പൊതുവെ ഒരു മടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പൊതുവെ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടാവും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസിക്കൽ ഡാൻസ്. ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങി പയ്യെ അതിന്റെ പുറകെ പോയി. അതായിരുന്നു പ്ലാൻ അല്ലേ? ഓക്കെ. അതായിരുന്നു അച്ഛൻ്റെ ഒക്കെ ആഗ്രഹം. അങ്ങനെ പോയി. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സീരിയലിലേക്ക് വന്നപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നും അല്ല, ഈ പറഞ്ഞ ഒരു പ്രഷറിന്റെ പുറത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ. ഏറ്റവും കൂടുതൽ വീക്ക് ആക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും ചോദിച്ചാൽ? എന്നെയാണോ? വീക്ക് ആക്കുന്ന കാര്യം, എന്നെ മെന്റലി പെട്ടെന്ന് വീക്ക് ആക്കാൻ പറ്റുന്ന ഒരാളാണ്. സെൻസിറ്റീവ് ആണോ? തീർച്ചയായിട്ടും. പക്ഷെ എന്റെ ഫേവറേറ്റ് ആളുകൾക്ക് പെട്ടെന്ന് പറ്റും, പുറമേ നിന്നുള്ള ആളുകൾക്ക് അത്ര പറ്റത്തില്ല. എന്റെ ഫേവറേറ്റ് ആരെങ്കിലും എന്ത് പറഞ്ഞാലും എനിക്കത് പെട്ടെന്ന് ഭയങ്കര ഡൗൺ ആയി പോകും. അപ്പൊ തിരിച്ച് അവരുടെ റിവെഞ്ച് അങ്ങനെയൊന്നുമില്ല? ഒരിക്കലും ഇല്ല. ഫേവറേറ്റ് ആളുകളുടെ റിവെഞ്ച് ഇല്ലല്ലോ. ഉണ്ടായിരിക്കും. നേരത്തെ ഇതും കടന്നു പോകുന്നു അതും അങ്ങനെ ഫ്രണ്ട് ഔട്ട് ചെയ്യും. സോ ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും? അത് മൗനരാഗം തന്നെയാണോ പോകുന്നത്? ഇപ്പൊ മൗനരാഗമാണ്. ഇനി പ്രൊജക്ട് ഇപ്പൊ എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഇതളുടെ പുറകിലാണ്. ഓക്കെ. ഈ ഇതളുടെ പുറകിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് മണിയുടെ കാര്യം, ഫിനാൻസിന്റെ പ്രശ്നങ്ങൾ, സെയിൽസിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ചൊരു പ്രഷർ ഉണ്ട്. ഇവൻ എത്ര ഫ്രണ്ട്സ് നോക്കാന്ന് പറഞ്ഞാലും നമ്മളെ ഓഡിയൻസിനെ കാണുമ്പോൾ ദർശനാണ് വരുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സെയിൽസിന് പോകുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളവരാണ് എന്നേക്കാൾ കൂടുതൽ. അവർക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഇപ്പം എന്നെ എങ്ങനെ കൂളാക്കി വെക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോൾ എന്തെങ്കിലും നഷ്ടം വന്നാൽ തന്നെ അവർ പറയും മോണായിട്ട് തന്നെ ഇരിക്കും. സോ ബീയിങ് എ മദർ എങ്ങനെ, ആ ഒരു റോൾ എങ്ങനെ, എത്ര ഹാപ്പിനെസ്സാ? നല്ല ഹാപ്പിനെസ്സാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ്. മോൻ്റെ കാര്യങ്ങൾ ചെയ്യുക, മോനെ നോക്കുക, മോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക.